അല്ലാഹു ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത്, ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് പ്രവാചകന്മാർക്കാ. പ്രവാചകന്മാരെയായിരുന്നു അല്ലാഹു ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. ആ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയായിരുന്നു. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബിയെ അല്ലാഹു പരീക്ഷിച്ചത് എന്റെ പ്രിയമുള്ളവരെ സ്നേഹം കൂടിയത് കൊണ്ടാണ്. എന്തിനു വേണ്ടിയാണ് അല്ലാഹുവിന്റെ റസൂലിനെ പരീക്ഷിച്ചതെന്നറിയുമോ? നമുക്ക് പഠിക്കുന്നതിന് വേണ്ടിയാ, നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് ഖുർആൻ പറയുകയാണ്, എങ്ങനെയാ പരീക്ഷിക്കുന്നതെന്നറിയുവോ? അല്ലാഹു എങ്ങനെയാണ് പരീക്ഷിക്കുന്നത്? പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരികയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരികയാണ്, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. അല്ലാഹു ഭയം നൽകിയിട്ട് പരീക്ഷിക്കുകയാണ്. അല്ലാഹു തന്റെ അടിമകളെ ഭയം കൊടുത്തിട്ട് പരീക്ഷിക്കുകയാ. ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആരെയായിരുന്നു? മഹാനായ അഷ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് 40ാമത്തെ വയസ്സ് മുതൽ കൂട്ടി നോക്ക്, 13 വർഷക്കാലമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു രാത്രി പോലും സമാധാനമായി ഉറങ്ങിയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. 13 വർഷക്കാലം അല്ലാഹുവിന്റെ പ്രവാചകന് അല്ലാഹുവേ മക്കക്കാരെ പേടിച്ചാ ജീവിച്ചത്. കാരണം തന്റെ കണ്ണിന്റെ മുന്നിലിട്ടുകൊണ്ട് മുസ്ലിമായതിന്റെ പേരിൽ തന്റെ അനുജനന്മാരെ മുഴുവനും തല്ലിച്ചതയ്ക്കുന്നത് പ്രവാചകന് കണ്ടുകൊണ്ടിരിക്കുകയാ. മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ മലർത്തി കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് തോൾ നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടവാറ് കൊണ്ട് മഹാനായ ബിലാൽ തങ്ങളെ തല്ലിച്ചതയ്ക്കുകയാണ്. ബിലാൽ തങ്ങൾ വിളിക്കുന്നു, നബിയേ എന്നെ ഒന്ന് രക്ഷിക്കു നബിയേ, എന്നെ ഒന്ന് സഹായിക്കു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലിട്ട് അനുചരന്മാരെ തല്ലിച്ചതയ്ക്കുകയാണ്. അമ്മാറിന്റെ ചരിത്രം അറിയുമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു സഹാബി അറത്ത് റളിയല്ലാഹു തആല അൻഹു ഒരു ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങുന്ന പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരനായ സഹാബി ഓടി വരികയാണ്. എന്നിട്ട് തന്റെ കമീസ് പൊക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് കാണിക്കുന്നു, നബിയേ പഴതാ കമ്പി പഠിപ്പിച്ചിട്ട് ശരീരത്തിൽ കുത്തിയിറക്കിയിട്ട് പച്ചയിറച്ചി കമ്പി കൊണ്ട് കുത്തിയെടുത്തിട്ട് എല്ല് വെളിയിൽ കാണിച്ച് റബ്ബേ കരിഞ്ഞ ശരീരവുമായി അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് കരഞ്ഞുയർന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന രാത്രിയുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്ത് കിടക്കുമ്പോ പ്രവാചകന്റെ വീട് മുഴുവനും ശത്രുക്കൾ വളർന്നിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ കടന്ന സ്ഥലത്ത് കടത്തിയിട്ട് റസൂല് കടന്ന സ്ഥലത്ത് അലിയാര് ഞങ്ങളെ പിടിച്ചു കിടത്തിയിട്ട് സൂറത്ത് യാസീനിലെ ആയത്തോതിയിട്ട് ഒരു പിടി മണ്ണും വാരി വലിച്ചെറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ നടന്നു പോകുന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് നടന്നു പോകുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, നബിയേ അങ്ങ് നടക്കല്ലേ നബിയേ, അങ്ങ് നടക്കല്ലേ നബിയേ, അങ്ങ് മരുഭൂമിയിലൂടെ നടന്നാൽ അങ്ങയുടെ കാലിന്റെ അടയാളം നോക്കിയിട്ട് ശത്രുക്കൾ വരും നബിയേ. എന്റെ തോളിൽ കേറി നബിയേ, എന്റെ തോളിൽ കേറി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനെ തോളിലെടുത്ത് വെച്ചിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഒരു കാൽ ഇങ്ങോട്ട് വെക്കും, മറുകാല് തിരിച്ചു വെക്കും. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകനെ തോളിൽ വെച്ചിട്ട് കുറച്ച് മുന്നോട്ട് നടക്കുകയാണ്. രണ്ടു കാലും വിപരീതമാ വെച്ചത്, അടയാളം പിൻപറ്റി വരാതിരിക്കാ. കുറച്ച് മുന്നോട്ട് നടന്നിട്ട് പ്രവാചകനെ തോളിൽ വെച്ച് പുറകോട്ട് നടക്കുകയാണ്. ഇതുപോലെ നടന്ന് അവസാനം സൗർ ഗുഹയ്ക്കകത്ത് പോയിരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ 3 ദിവസത്തോളം അതിനകത്ത് കയറി വിളിച്ചെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ ചിന്തിക്ക്. അല്ലാഹു തന്റെ അടിമയെ ഇഷ്ടപ്പെടുന്ന അടിമയ്ക്ക് പേടി കൊടുത്തിട്ട് പരീക്ഷിക്കുകയാ. അതുകൊണ്ട് പാതിരാത്രി കടന്നു വന്നവരെ ആര് രാജ്യം ഭരിക്കട്ടെ, ശത്രുക്കൾ മുഴുവനും ഒത്തൊരുമിച്ച് വരട്ടെ, ആരൊക്കെ നമുക്കെതിരെ വന്ന
വരുമെന്നാലും നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? നമ്മളാരെയാ പേടിക്കേണ്ടത്? നമ്മളൊക്കെ യഥാർത്ഥ മുസ്ലിമല്ലേ? അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരല്ലേ? അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരല്ലേ? എന്റെ പ്രിയമുള്ളവരെ, ആരൊക്കെ എന്ത് ചെയ്താൽ നമുക്കൊരു മരണത്തിന് വേണ്ടിയല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത്? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ മയ്യത്ത് കാണാൻ വരുന്നവന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചിട്ട് റബ്ബിന്റെ സ്വർഗം കണ്ടിട്ട് പടച്ചവന്റെ സ്വർഗത്തിലേക്ക് പോകാൻ കാത്തിരിക്കുന്നവരെ, നമ്മൾ ആരെയും ഭയപ്പെടണ്ട. അല്ലാഹുവല്ലാതെ ലോകത്തൊരാളെയും നീ പേടിക്കണ്ട. കാരണം ഒരു മുസ്ലിമിന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന മണ്ണുണ്ടല്ലോ, അഞ്ചുനേരം നിസ്കരിക്കുന്ന ഒരു പാവപ്പെട്ട മുസ്ലിം ഉണ്ടല്ലോ, അവന്റെ കാൽച്ചുവട്ടിലെ ഒരു പിടി മണ്ണില് ആറ്റം ബോംബിനെക്കാൾ പവറുള്ളതാക്കാ കഴിവുള്ള അള്ളയാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. നമ്മൾ ആരെയും ഭയപ്പെടണ്ട. എന്റെ പ്രിയമുള്ളവരെ, ദജ്ജാലിനെ കാത്തിരിക്കുന്നവരാ നമ്മള്, ദജ്ജാലിനെ കാത്തിരിക്കുന്നവരാ നമ്മള്. പിന്നെ ആരെയാ നമ്മൾ പേടിക്കേണ്ടത്? നമ്മൾ ഈ നാട്ടിലെ വഴിയാത്രക്കാരല്ലേ? എന്റെ പ്രിയമുള്ളവരെ, കോഴിക്കോട് പോകുന്നതിന് വേണ്ടി കോരങ്ങാട് ജംഗ്ഷനിൽ ബസ് കാത്തു നിൽക്കുന്ന യാത്രക്കാരാ നമ്മള്. എന്റെ പ്രിയമുള്ളവരെ, ബാങ്ക് വിളിച്ച് ഇഖാമത്തും കൊടുത്തിട്ട് നിസ്കാരവും കാത്ത് പള്ളിക്കകത്ത് ഇമാം കയറി നിൽക്കുന്നതും കാത്തു നിൽക്കുന്നവരാ നമ്മള്. നമ്മുടെ ബാങ്ക് നമ്മുടെ ചെവിയിൽ കൊടുത്തല്ലോ, ബാങ്ക് കൊടുത്തു കഴിഞ്ഞു, ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, ഇനി ഇമാം കയറി നിന്ന് നിസ്കരിച്ചാ മതി. ആ നിസ്കാരവും കാത്തിരിക്കുന്ന ഞാനും നിങ്ങളും പേടിക്കണ്ട. അതുകൊണ്ട് അള്ളാഹു പറയുകയാ, അള്ളാഹു തന്റെ അടിമകളെ പരീക്ഷിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. അള്ളാഹു ഭയം കൊടുത്ത് തന്റെ അടിമയെ പരീക്ഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആരെയാ ഭയപ്പെടണ്ടേ? നമ്മൾ ആരെയും ഭയപ്പെടണ്ട. നമ്മൾ അള്ളാഹനെ ഭയപ്പെട്ടാൽ മതി. എന്തായാലും ഒരു ദിവസം മരിക്കും, എന്തായാലും ഒരു ദിവസം മരിക്കും. അത് ഇത്ര നേരത്തെ ആയ അത്രയും നല്ലത്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തിനാ പേടിക്കണം? ഞാൻ ഈ ഫൈസൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മുസ്ലിം ആയതിന്റെ പേരിൽ നടുറോഡിലിട്ട് വെട്ടിക്കൊന്ന ഫൈസൽ എന്ന ചെറുപ്പക്കാരന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയി. ഞാൻ പോകുന്നതിന്റെ 7ാമത്തെ ദിവസമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പോകുമ്പോ പടച്ചവനെ ഞാൻ നോക്കുമ്പോ അത്ഭുതത്തോടെ നോക്കാം, മയ്യത്തിന്റെ ചാരത്ത് ഈ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്യുന്ന പോലെ എന്താ തിരക്കെന്നറിയും. എന്താ തിരക്ക്! ആ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്ത് ഇങ്ങനെ ജനങ്ങൾ നിൽക്കുക. ഓരോ വിഭാഗം കയറും ദുആ ചെയ്യും, ഇറങ്ങും, അടുത്ത വിഭാഗം കയറി ദുആ ചെയ്യും. ഇങ്ങനെ ഒരു ചെറുപ്പക്കാരന്റെ ഖബർ. അവന്റെ വീട്ടിൽ പോയപ്പോ, ആ സഹോദരന്റെ വീട്ടിൽ പോകുമ്പോ പോകുന്ന വഴിയിൽ എഴുതി വെച്ചിരിക്കുന്നു, 6:30-ക്ക് ശേഷം ആരെയും കാണാൻ അനുവദിക്കൂല. മന്ത്രിയുടെ വീടല്ല, ഏതെങ്കിലും തങ്ങന്മാരുടെ വീടല്ല. ആ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ എഴുതി വെച്ചിരിക്കുന്നു, 6:30-ക്ക് ശേഷം ആരെയും കാണാൻ അനുവദിക്കൂല. അത്രയ്ക്കും തിരക്ക്. അള്ളാഹു നമുക്ക് അതുപോലെയുള്ള യാത്ര നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പോയാ ഇങ്ങനെ പോണം മനുഷ്യന്മാരെ, വെറുതെ നടന്നിട്ട് കാര്യമില്ല. ഇവിടെ കൊണ്ടുവന്ന് കബറടക്കിട്ട് എന്ത് കിട്ടാൻ? ആര് ദുആ ചെയ്യാൻ? മക്കള് നോക്കൂ, ഇവിടെ മക്കള് ദുആ ചെയ്യൂ. നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, നിന്റെ മോൻ നിന്റെ കബറിന്റെ അടുക്ക വന്ന് ദുആ ചെയ്യുമെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പില്ല, പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. ചെയ്യുമായിരിക്കും എന്ന് പറയാനല്ലാതെ ചെയ്യുമെന്ന് പറയാൻ നമുക്ക് ഉറപ്പൊന്നുമില്ല. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹ്യങ്ങളാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവർക്കും പേടിയാ മരണത്തെ. എല്ലാവർക്കും മരണത്തെ പേടിയാ. അള്ളാഹു മരണമെത്തി എന്ന് മനസ്സിലാക്കിയിട്ട് മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണമെത്തി എന്ന് മനസ്സിലാക്കിയിട്ട് മരിക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ അറിയാൻ കഴിയും എന്നുള്ളൊരു കൈവയ്ക്കട്ടെ. എന്റെ പ്രിയമുള്ള എല്ലാവരും പാവപ്പെട്ടതിന് വേണ്ടി ദുആ ചെയ്തേക്കണം കേട്ടോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ മരണമെത്തിയോ എന്നറിയാൻ 3 അടയാളമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ.